ലോകത്ത് ഇസ്ലാം മതത്തെ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഭരിക്കുന്ന രാജ്യമാണ് അമേരിക്ക. ഇസ്ലാമികം മാത്രമല്ല, അബ്രഹാമിക് മതങ്ങളായിട്ടുള്ള ഇസ്ലാം മതം, യഹൂദ മതം, ക്രിസ്തു മതം, ഈ മൂന്ന് മതങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന, ഈ മൂന്ന് മതങ്ങളെയും ഭരിക്കുന്ന വളരെ വലിയൊരു ശക്തിയാണ് അമേരിക്ക. എത്ര പേര് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് എന്ന് അറിയില്ല. പക്ഷേ വളരെ കൃത്യമായി ചില എവിഡൻസ് വെച്ച് തന്നെ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. ആദ്യം യഹൂദ മതം അല്ലെങ്കിൽ ജൂതന്മാര്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പൂർണ്ണമായും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ്. ഏക ജൂത രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ജൂത മതക്കാരുള്ളത് ഇസ്രായേലിലും പിന്നെ അമേരിക്കയിലുമാണ്. അപ്പോൾ ജൂതമതത്തെ അതിനാൽ തന്നെ വളരെയധികം സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ശക്തിയാണ് അമേരിക്ക. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം എടുത്താൽ, നമ്മൾ മുൻപ് പല വീഡിയോകളിലും പറഞ്ഞതുപോലെ, ഇസ്രായേലിനെ കൺട്രോൾ ചെയ്യുന്നത് US ആണ്. അവരുടെ ആയുധങ്ങൾ മാത്രം നിങ്ങൾക്ക് എടുത്തു നോക്കാം. F-35 ലൈറ്റ്നിങ് 2, F-16 എന്ന് പറയുന്ന എയർക്രാഫ്റ്റുകൾ, അതുപോലെ AH-64 എന്ന് പറയുന്ന ഹെലികോപ്റ്റർ, അവരുടെ മിസൈൽ ഡിഫൻസ് സിസ്റ്റംസ്, അവരുടെ ടാങ്കുകൾ, പ്രധാനപ്പെട്ട തോക്കുകൾ, ഇതെല്ലാം തന്നെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിക്കുന്നത് US ആണ്. ഇതിനു പുറമെ ആനുവലി ഏകദേശം 3.8 ബില്യന്റെ മിലിറ്ററി എയ്ഡ് കൊടുക്കുന്നുണ്ട് US ഇസ്രായേലിന്. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എത്രത്തോളം അമേരിക്കയ്ക്ക് ആ രാജ്യത്തിൽ സ്വാധീനമുണ്ടെന്ന്. അതായത് യഹൂദ മതത്തെ കൺട്രോൾ ചെയ്യുന്ന ശക്തി US ആണെന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാം. ഇനി ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്തു മതം, പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അമേരിക്ക ഒരു ക്രിസ്ത്യൻസിന് ഭൂരിപക്ഷമുള്ള ക്രിസ്തു മതത്തെ പ്രധാനപ്പെട്ട മതമായി കാണുന്ന ഒരു രാജ്യമാണ്. അതിനു പുറമെ യൂറോപ്പിനുമേൽ പൂർണ്ണമായ ആധിപത്യം അമേരിക്കയ്ക്കുണ്ട്. ലോകത്തുള്ള ക്രിസ്ത്യാനിറ്റി കൂടുതലുള്ള റഷ്യ ഒഴികെയുള്ള ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും നേരിട്ടും അല്ലാതെയും പ്രോക്സികളെ യൂസ് ചെയ്തും അമേരിക്ക സ്വാധീനം ചെലുത്തുന്നു. അമേരിക്കയുടെ പൂർണ്ണമായ നിയന്ത്രണം ഉണ്ട് എന്ന് പ്രത്യേകം പറയണ്ടല്ലോ അല്ലെ. പിന്നെ എങ്ങനെയാണ് ഇസ്ലാം മതത്തെ US നിയന്ത്രിക്കുന്നത്? നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യവും അത് തന്നെയാണ്. ലോകത്തെ പ്രധാനപ്പെട്ട ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം പരിശോധിക്കണം. അവിടെയാണ് നമുക്കിതിനുള്ള ഉത്തരം കിട്ടുക. നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ കൂടാതെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, UAE, തുർക്കി, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഇസ്ലാമിക രാഷ്ട്രങ്ങളായിട്ട് കാണുന്നത്. പിന്നെ നമുക്കറിയാം, മലേഷ്യ പോലെ, ബ്രൂണൈ പോലെയുള്ള കുറെ ചെറിയ രാജ്യങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക രാഷ്ട്രമായ സൗദി അറേബ്യയുടെ കാര്യമെടുത്താൽ, അമേരിക്കയ്ക്ക് സൈനിക താവളമുള്ള അല്ലെങ്കിൽ അമേരിക്കൻ മിലിറ്ററിക്ക് സാന്നിധ്യമുള്ള ഒരു രാജ്യമാണ് സൗദി അറേബ്യ. UAE അമേരിക്കൻ മിലിറ്ററിക്ക് താവളമുള്ള രാജ്യമാണ്. കുവൈറ്റ് അമേരിക്കൻ മിലിറ്ററിക്ക് താവളമുള്ള രാജ്യമാണ്. ബഹ്റൈൻ അമേരിക്കൻ മിലിറ്ററിക്ക് താവളമുള്ള രാജ്യമാണ്. ഖത്തർ US മിലിറ്ററി ഉള്ള രാജ്യമാണ്. അതായത് ഓൾമോസ്റ്റ് എല്ലാ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും, ഇറാൻ ഒഴികെയുള്ള രാജ്യങ്ങളിലും അമേരിക്കയുടെ സൈനികരുടെ സാന്നിധ്യമുണ്ട്. അമേരിക്കയുടെ മിലിറ്ററി ബേസുകളുണ്ട്. ഇതിനു പുറമെ ഈ രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾക്ക് ആശ്രയിക്കുന്നത് അമേരിക്കയാണ്. ഏതൊക്കെ രാജ്യങ്ങൾക്കാണ് F-16 എന്ന് പറയുന്ന അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനം ഉള്ളതെന്ന് അറിയാമോ? ഇസ്രായേലിനുണ്ട്, ജോർദാനുണ്ട്, ഈജിപ്തിനുണ്ട്, ഇറാഖിനുണ്ട്, UAEക്കുണ്ട്, ബഹ്റൈനുണ്ട്, ഒമാനുണ്ട്, പാകിസ്ഥാനുണ്ട്, ഇന്തോനേഷ്യക്കുണ്ട്, സിംഗപ്പൂരിനുണ്ട്, സൗത്ത് കൊറിയയ്ക്കുണ്ട്. ഇതിനു പുറമെ തുർക്കി, റൊമാനിയ, ഗ്രീസ്, പോർച്ചുഗൽ, പോളണ്ട്, നോർവേ, നെതർലാൻഡ്, ഡെൻമാർക്ക്, ബെൽജിയം, ഇങ്ങനെ ഒരു വലിയ നിര തന്നെയുണ്ട്. അതായത് F-16 പോലെയുള്ള ആയുധങ്ങൾ അമേരിക്കയുടെ പങ്കാളികൾക്കോ സഖ്യരാജ്യങ്ങൾക്കോ ആണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഈ രാജ്യങ്ങൾ എല്ലാം എടുത്തു നോക്കിയാൽ തുല്യമായിട്ട് അമേരിക്കയുമായിട്ട് മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടി ഡീൽ ചെയ്യുന്ന ഏത് രാജ്യമാണ് ഇരിക്കുന്നത്? ഇപ്പോ ചൈനയോ റഷ്യയോ ഇന്ത്യയോ ആണെങ്കിൽ നമുക്ക് പറയാം. ബാക്കിയുള്ള രാജ്യങ്ങൾക്കൊന്നും ഒരു ഫോറിൻ പോളിസി എടുത്തു കഴിഞ്ഞാൽ സ്വതന്ത്രമായ ഫോറിൻ പോളിസി ഇല്ല. ആയുധങ്ങൾ സ്വന്തമായി നിർമ്മിക്കാനുള്ള ശേഷിയും ഇതിലെ പല രാജ്യങ്ങൾക്കുമില്ല. അതുപോലെ തന്നെ F-35 ഏതൊക്കെ രാജ്യങ്ങളിൽ ഉണ്ടെന്ന് ചോദിച്ചാൽ അമേരിക്കയുടെ സഖ്യരാജ്യങ്ങൾക്കാണ് പ്രധാനമായിട്ടും ഈ F-35 പോലെയുള്ള ആയുധങ്ങൾ ഉള്ളത്. ഏറ്റവും ശക്തമായിട്ടുള്ള ഇസ്ലാമിക രാജ്യങ്ങളായിട്ടുള്ള തുർക്കി അമേരിക്കയ്ക്കെതിരെ 1 ഇഞ്ച് എന്തെങ്കിലും ചെയ്യുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? നാറ്റോ രാജ്യമാണ്. സൗദി അറേബ്യ US-നെതിരെ എന്തെങ്കിലും ചെയ്യാൻ ധൈര്യം കാണിക്കുമോ? UAEയോ ഖത്തറോ ബഹ്റൈനോ US-നെതിരെ പ്രവർത്തിക്കാൻ ധൈര്യം കാണിക്കുമോ? നമ്മുടെ മുമ്പിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പൊ ഈ എത്ര ഇസ്ലാമിക രാജ്യങ്ങളാണ് പലസ്തീന് വേണ്ടിയിട്ട് ആയുധം എടുത്തിട്ടുള്ളത്, നേരിട്ട് സഹായിച്ചിട്ടുള്ളത്? ഇപ്പൊ യുക്രൈനെ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ നേരിട്ട് ആയുധങ്ങൾ കൊടുത്തും പണം കൊടുത്തും സഹായിക്കുന്നുണ്ട്. ഈ പാലസ്തീന് വേണ്ടിയിട്ട് അത്തരം ഒരു സഹായം ഏതെങ്കിലും മിഡിൽ ഈസ്റ്റിലെ ഇറാനെ മാറ്റി നിർത്തൂ, വേറെ ഏതെങ്കിലും രാജ്യം ചെയ്തതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ചെയ്യാൻ പറ്റില്ല. കാരണം അമേരിക്കയ്ക്കെതിരായിട്ട് ഈ രാജ്യങ്ങൾ ഒന്നും ചെയ്യില്ല. കാരണം ഈ രാജ്യങ്ങൾ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ്. എന്നാൽ അത് അത്രത്തോളം വിസിബിൾ അല്ല എന്ന് മാത്രം. ഈ രാജ്യങ്ങൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ US-ന്റെ കൺട്രോളിലാണ്. അതുകൊണ്ടാണ് ഇവർക്ക് അമേരിക്കയ്ക്കെതിരായിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്തത്.
എത്ര പേർക്കറിയാം താലിബാൻ അമേരിക്കയുടെ അണ്ടറിലാണെന്ന്? അമേരിക്കൻ സൈന്യം താലിബാന്റെ കയ്യിൽ ഭരണം കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ചില ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അത് ഖത്തറിൽ വെച്ച് നടന്നിട്ടുണ്ട്, ലോകത്തെ പല രാജ്യങ്ങളിൽ വെച്ച് നടന്നിട്ടുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ വെച്ച് നടന്നിട്ടുണ്ട്. ഈ ചർച്ചകൾക്കൊടുവിൽ അമേരിക്കയോട് വിധേയത്വം പുലർത്താമെന്ന് സമ്മതിച്ചിട്ട് തന്നെയാണ് താലിബാൻ അധികാരം കൈമാറി US അവിടെ നിന്ന് പൊടിയും തട്ടിപ്പോയത്. അതായത് ഇനി അമേരിക്കക്കെതിരായിട്ട് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഒരിക്കലും പ്രവർത്തിക്കാൻ പോകുന്നില്ല. താലിബാൻ അമേരിക്കയുടെ ഒരു പ്രോക്സിയായി മാറിക്കഴിഞ്ഞു. അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു പ്രോക്സി സ്റ്റേറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി ബംഗ്ലാദേശിലേക്ക് വരാം. ബംഗ്ലാദേശ് ആയിരുന്നു നേരത്തെ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കാതിരുന്ന ഒരു രാജ്യം. ഇന്നിപ്പോ കണ്ടില്ലേ ബംഗ്ലാദേശ് അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നത് എങ്ങനെയാണെന്ന്? പാകിസ്ഥാൻ എല്ലാ കാലവും ചൈനയുമായി അടുക്കുമ്പോഴും പാക് മിലിറ്ററി അമേരിക്കക്കെതിരായിട്ട് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല, തിരിഞ്ഞിട്ടില്ല. അമേരിക്കയുടെ കൂടെ തന്നെ നിന്നിട്ടുണ്ട്, അമേരിക്കയെ എതിർത്തിട്ടില്ല. ഇപ്പോൾ ട്രംപ് വന്നപ്പോൾ പാകിസ്ഥാനുള്ള കുറെ സഹായങ്ങൾ കുറച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും ഇപ്പൊ വീണ്ടും ബൈഡൻ വന്നപ്പോൾ പലതും തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഉറപ്പായും ആണവായുധം കയ്യിലുള്ള ഏക ഇസ്ലാമിക രാജ്യമായ പാകിസ്ഥാൻ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ്. എന്നാൽ പാകിസ്ഥാൻ ചൈന ബന്ധം അങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ അമേരിക്കയ്ക്ക് വലിയ കുഴപ്പമില്ല. കാരണം ഇന്ത്യക്കിട്ടുള്ള പണിയാണല്ലോ ആ ബന്ധം. അങ്ങനെ ഒരു പ്രശ്നം ഇന്ത്യക്ക് വന്നെങ്കിൽ മാത്രമല്ലേ ഇന്ത്യയെ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിർത്താൻ പറ്റൂ. അതാണ് അവിടെയുള്ള അവരുടെ കണക്കൂട്ടൽ. പക്ഷെ അത് നടക്കാത്തത് ഇന്ത്യയുടെ സ്വതന്ത്രമായ ഫോറിൻ പോളിസി കൊണ്ടാണ്. ഇതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് ഇന്ത്യ റഷ്യയുമായിട്ടുള്ള ബന്ധത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതും. പിന്നെ ആഫ്രിക്കയിലുള്ള കുറച്ച് ഇസ്ലാമിക രാഷ്ട്രങ്ങളുണ്ട്. അവിടെയും ഇപ്പൊ നൈജീരിയ ആയിക്കോട്ടെ, ഏത് രാജ്യമാണ് അമേരിക്കയ്ക്ക് എതിരായിട്ടുള്ളത്? ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും നേരിട്ടോ അല്ലാതെയോ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ്. ഇസ്ലാമിക രാജ്യങ്ങൾക്ക് സത്യം പറഞ്ഞാൽ സ്വതന്ത്രമായ ഒരു ഫോറിൻ പോളിസി പോലും ഇല്ല, ഇറാൻ ഒഴികെ. എന്നാൽ എന്താണ് ഇനി ഇറാന് സംഭവിക്കാൻ പോകുന്നത്? ഇത് ഇത്രയും നേരം ഞാൻ പറഞ്ഞപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞൊരു വാക്കാണ് ഇറാൻ ഒഴികെ എന്നുള്ളത്. ശരിയാണ്. ഈ ഘട്ടത്തിൽ അമേരിക്കയ്ക്ക് ലോകത്ത് ഒരു സ്വാധീനവുമില്ലാത്ത ഏക ഇസ്ലാമിക രാജ്യം ഇറാനാണ്. ഏക ഇസ്ലാമിക രാജ്യം. അതുകൊണ്ട് തന്നെയാണ് ഇറാനെ ഏത് വിധേനയും തങ്ങളുടെ ചൊൽപ്പടിക്ക് കൊണ്ടുവരാനായിട്ട് അമേരിക്ക ശ്രമിക്കുന്നത്. അതിന്റെ പരിപാടികൾ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ മുമ്പേ തന്നെ തുടങ്ങി, ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ തുടങ്ങി. അതിന്റെ പരിസമാപ്തിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ബംഗ്ലാദേശ് വീണ് കഴിഞ്ഞു, അമേരിക്കയുടെ ചൊൽപ്പടിയിലായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഓൾമോസ്റ്റ് ഇപ്പോൾ മലേഷ്യ, ബ്രൂണൈ, ഇന്തോനേഷ്യ, ഏത് രാജ്യമാണ് അമേരിക്കയ്ക്കെതിരെ പോകാൻ ധൈര്യമുള്ള ഇസ്ലാമിക രാജ്യമുള്ളത്? ഒരു രാജ്യം പോലും ഇല്ല ഇറാൻ അല്ലാതെ. എന്നാൽ ഇറാന്റെ പോലും ശക്തി ഇന്ന് ക്ഷയിച്ചിരിക്കുകയാണ്. ഇറാൻ എങ്ങനെയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ ഇത്രയും കാലം കളിച്ചത്? അമേരിക്ക സ്റ്റേറ്റുകളെ പ്രോക്സി ആയിട്ട് ഉപയോഗിച്ച് എങ്ങനെ കളിച്ചോ അതേ രീതിയിലായിരുന്നു. ഇപ്പൊ ഇറാന്റെ പ്രോക്സികളായിരുന്നു ഒന്ന് ഹമാസ്, അതുപോലെ ഹിസ്ബുള്ള, അതുപോലെ തന്നെ ഇപ്പോ ഹൂതികൾ, യമനിലുള്ള ഹൂതികള്, സിറിയൻ ഗവൺമെന്റ് ഒക്കെ. ഇത് വളരെ കാലം കൊണ്ട് ഈ ഇറാൻ ഉണ്ടാക്കിയെടുത്ത അവരുടെ പ്രോക്സികളായിരുന്നു. അതിനെല്ലാം തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ലെബനൻ ഒതുങ്ങിക്കഴിഞ്ഞു. ഹമാസിന്റെ കാര്യം ഏറെക്കുറെ അവസാനിച്ചൊരു അവസ്ഥയിലാണ്. പൂർണ്ണമായി അവസാനിച്ചു എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഏറെക്കുറെ ഒതുങ്ങിക്കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് സിറിയയുടെ അവസ്ഥ നമ്മൾ കണ്ടു. അവിടെ ഓൾറെഡി അമേരിക്ക, ഇസ്രയേൽ അനുകൂല സർക്കാർ വന്നു കഴിഞ്ഞു. ഇനി യമനിൽ ഇപ്പോൾ US വൻതോതിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹൂതികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്. സോ അവരുടെ കാര്യം ഏറെക്കുറെ തീരുമാനത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇറാന് സപ്പോർട്ടായിട്ട് ഏത് വിമത ടീമാണ് എവിടെയാണുള്ളത്? ഒന്നുമില്ല. അപ്പൊ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഇറാനാണ്. ഇറാനിൽ ഒരു വലിയ ഭരണമാറ്റം കൊണ്ടുവന്ന് നിലവിലെ ഭരണകൂടത്തെ താഴെ ഇറക്കുന്നതോടുകൂടി ഇസ്ലാമിക രാജ്യങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം US കൺട്രോളിലായി കഴിഞ്ഞു. എന്ന് പറയുമ്പോൾ അബ്രഹാമിക് റിലീജിയൻസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പവറാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. യഹൂദമതം, ക്രിസ്തുമതം, ഇപ്പോഴിതാ ഇസ്ലാം മതവും US നിയന്ത്രണത്തിലാണ്. ഇത് ആരും ഒഫൻഡഡ് ആയിട്ട് കാര്യമില്ല. ഇത് ഒരു പരമമായ യാഥാർത്ഥ്യമാണ്. അമേരിക്കയ്ക്കെതിരെ സംസാരിക്കാൻ കഴിയുന്ന ഒരൊറ്റ രാജ്യം പോലും ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. ഇറാൻ പോലും ഒതുങ്ങിപ്പോയി. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. കാരണം ഇറാൻ ഗവൺമെന്റിന് മനസ്സിലായി റെജീം ചേഞ്ച് നടക്കാൻ പോവാണ്. ബംഗ്ലാദേശിൽ എന്താണ് സംഭവിച്ചതെന്ന് അവർ കണ്ടു. അപ്പൊ ഇതുപോലൊരു പ്രതിഷേധത്തെ നേരിടാൻ ചിലപ്പോൾ അവർക്ക് കഴിയില്ല എന്നവർക്ക് മനസ്സിലായിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം. ചിലപ്പോൾ നാളെ ആയിരിക്കാം, ചിലപ്പോൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാകാം. പക്ഷെ എപ്പോൾ വേണമെങ്കിലും ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകും. അതോടെ അമേരിക്കൻ ആധിപത്യം അബ്രഹാമിക് റിലീജിയൻസിന് മേൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നിലവിലെ ഏക രാജ്യം ഇറാൻ മാത്രമേ ഉള്ളൂ US ഇൻഫ്ലുവൻസ് ഇല്ലാത്ത രാജ്യം. ബാക്കി മുഴുവൻ രാജ്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം ഏത് സമയത്ത് ഏത് മതത്തിനെ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത്. ഇപ്പോ മ്യാൻമാറിൽ വന്നു കഴിഞ്ഞാൽ ക്രിസ്തു മതത്തെയാണ് അവരവിടെ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്.
അതായത് ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്ന വിഘടനവാദ ഗ്രൂപ്പുകളിൽ പെടുന്ന സംഘടനകൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നു. അത് പണത്തിന്റെ രൂപത്തിലും ആയുധത്തിന്റെ രൂപത്തിലും കൊടുക്കും. ഇപ്പൊ കുക്കികളിൽ ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യുന്ന ആൾക്കാരെയാണ് അതിനായിട്ട് അവർ യൂസ് ചെയ്യുന്നത്. അവരെ ഉപയോഗിച്ചുകൊണ്ട് മ്യാൻമാറിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ അവർ ആധിപത്യം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അത് ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഒക്കെ അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതേ സമയത്ത് ബംഗ്ലാദേശിൽ വിഘടനവാദ ഗ്രൂപ്പുകളെയും തീവ്രവാദ ഗ്രൂപ്പുകളെയുമാണ് US സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോ സിറിയയിൽ എന്താണ് കണ്ടത്? ഇതുപോലെ തന്നെ തീവ്രവാദ ഗ്രൂപ്പുകളെയും വിഘടനവാദ ഗ്രൂപ്പുകളെയും US അവിടെ സപ്പോർട്ട് ചെയ്തു. എന്നാൽ അതേ സമയത്ത് അമേരിക്കയ്ക്ക് എതിരായിട്ട് നിൽക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകളെ അടിച്ചൊതുക്കാൻ അവരവിടെ ഇസ്രയേലിനെ യൂസ് ചെയ്യുകയാണ്. ഹമാസിനെ ഒതുക്കാൻ, അല്ലെങ്കിൽ ലെബനനിലെ ഹിസ്ബുള്ളയെ ഒതുക്കാൻ, യമനിലെ ഹൂതികളെ ഒതുക്കാൻ അവർ ഇസ്രായേലിനോടൊപ്പം ചേർന്നിട്ട് അവരെ ഒതുക്കുന്നുണ്ട്. മറുവശത്ത് US സപ്പോർട്ട് ചെയ്യുന്ന തീവ്രവാദ ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാൻ അവിടെ പരിശ്രമിക്കുന്നു. അത് തന്നെയാണ് ഇപ്പൊ അഫ്ഗാനിൽ. ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലുള്ള താലിബാൻ എന്ന് പറയുന്നത് US എതിരായിട്ടുള്ള താലിബാൻ അല്ല, അനുകൂലമായിട്ടുള്ള താലിബാനാണ്. പാകിസ്ഥാനിലുള്ള ഗവൺമെന്റ് ആയിക്കോട്ടെ, പാകിസ്ഥാനിലെ പട്ടാളമായിക്കോട്ടെ, അമേരിക്കയ്ക്ക് മുമ്പിൽ വിനീതമായിട്ട് തലകുമ്പിട്ട് നിൽക്കുന്ന അവരുടെ വെറും എന്താ പറയുക അടിമകളെ പോലെയാണ് ഇപ്പോ ബംഗ്ലാദേശും. സോ ഇതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ കളികൾ എന്ന് പറയുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.